മണിച്ചിത്രത്താഴിലെ ലാലേട്ടന്റെ ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ, കഥകള് കേട്ട് വളർന്ന ലാലു എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിക്ക് ഇപ്പം ഓർത്തെടുക്കുമ്പം അന്ന് ഏറ്റവും അതിശയം തോന്നിയിട്ടുള്ള ഒരു കഥയോ കഥാപാത്രമോ ഉണ്ടോ? എന്തായാലും എൻ്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും അപ്പച്ചി അല്ലച്ചി അങ്ങനെയൊക്കെ പറയുന്ന അവരുടെ സ്നേഹത്തിന്റെ ഓറയിൽ കിടന്നാണ് വളർന്നിരിക്കുന്നത്. രാത്രി കാലങ്ങളിൽ എത്ര കഥകൾ പറഞ്ഞാലും ഇപ്പോഴും നമുക്ക് പണ്ട് ഒരു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, പക്ഷെ നമ്മൾ അതിനെ മാറ്റും. അങ്ങനെ അത് കേട്ട കഥകളാണ്. അപ്പൊ അതില് എല്ലാം അത്ഭുതമാണ്. ഭൂതത്തിന്റെ കഥ, യക്ഷികളുടെ കഥയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. യക്ഷികള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള അത് വന്ന് പിന്നെ പകുതിയാകുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. അപ്പൊ അതാണ് അത് ഒരു കഥയും മുഴിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ എങ്ങനെയെങ്കിലും അവർ ഓർക്കും. അപ്പൊ അതേ ഇപ്പോഴും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ ഞാൻ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഒരു പരിധി വരെ. അപ്പോഴത്തേക്ക് അവർ പോയി. എന്നാലും കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മൾ. എല്ലാ രാജ്യത്തും നാടോടി കഥകളുണ്ട്. എല്ലാ ഭാഷയിലും എല്ലാവർക്കും അവരുടേതായ കഥകളുണ്ട്. അപ്പോൾ അതുപോലൊരു നാടോടി കഥയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം.